ആകാശവാണി നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് കൃഷ്ണ പ്രകൃതി. സ്പീക്കർ ഓം ബിർളയെ തത്സ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്യണമെന്നാവശ്യപ്പെട്ടുള്ള പ്രമേയം ലോക്സഭ ഇന്ന് ചർച്ചയ്ക്കെടുത്തു. കോൺഗ്രസ് അംഗം മുഹമ്മദ് ജാവേദാണ് പ്രമേയം അവതരിപ്പിച്ചത്. പ്രതിപക്ഷ നേതാവിനെയും പ്രതിപക്ഷത്ത് നിന്നുള്ള മറ്റ് അംഗങ്ങളെയും സഭയിൽ സംസാരിക്കാൻ സ്പീക്കർ അനുവദിച്ചില്ലെന്നും പ്രതിപക്ഷത്തെ വനിതാ എംപിമാർക്കെതിരെ അനാവശ്യമായ ആരോപണങ്ങൾ ഉന്നയിച്ചെന്നും അദ്ദേഹം പറഞ്ഞു. സഭയിൽ നിഷ്പക്ഷ മനോഭാവം പുലർത്തുന്നതിൽ സ്പീക്കർ പരാജയപ്പെട്ടതായും ശ്രീ മുഹമ്മദ് ജാവേദ് പറഞ്ഞു. 10 മണിക്കൂറാണ് പ്രമേയത്തിന്മേലുള്ള ചർച്ചയ്ക്കായി അനുവദിച്ചിരിക്കുന്നത്. രാജ്യസഭയിലും നടപടികൾ പുരോഗമിക്കുകയാണ്. വനം പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ പ്രവർത്തനം സംബന്ധിച്ച ചർച്ചകളാണ് സഭയിൽ ഇപ്പോൾ നടക്കുന്നത്. 8.73 കോടി സ്ത്രീകളിൽ ഗർഭാശയഗള ക്യാൻസർ പരിശോധന നടത്തിയതായി കേന്ദ്ര സർക്കാർ. 14 വയസ്സ് പ്രായമുള്ള പെൺകുട്ടികളിൽ ഗർഭാശയഗള ക്യാൻസർ പ്രതിരോധിക്കുന്നതിനായി രാജ്യവ്യാപകമായി HPV വാക്സിനേഷൻ ക്യാമ്പയിൻ നടക്കുന്നതായും ആരോഗ്യ കുടുംബക്ഷേമ സഹമന്ത്രി പ്രതാപ് റാവു ജാദവ് രാജ്യസഭയിൽ രേഖാമൂലം നൽകിയ മറുപടിയിൽ പറഞ്ഞു. ആയുഷ്മാൻ ആരോഗ്യ മന്ദിർ, പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങൾ, കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററുകൾ, ജില്ലാ ആശുപത്രികൾ, സർക്കാർ മെഡിക്കൽ കോളേജുകൾ, ആശുപത്രികൾ എന്നിവിടങ്ങളിൽ ഈ ക്യാമ്പയിൻ നടക്കുന്നതായും കേന്ദ്ര സഹമന്ത്രി അറിയിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരു ദിവസത്തെ സന്ദർശനത്തിനായി നാളെ കേരളത്തിലെത്തും. എറണാകുളത്ത് 10,800 കോടി രൂപയുടെ വികസന പദ്ധതികൾക്ക് അദ്ദേഹം തുടക്കം കുറിക്കും. BPCL കൊച്ചി എണ്ണ ശുദ്ധീകരണശാലയിലെ 5,500 കോടി രൂപയുടെ പോളി പ്രൊപ്പലീൻ യൂണിറ്റിന് പ്രധാനമന്ത്രി നാളെ തറക്കല്ലിടും. 2,650 കോടി രൂപ ചെലവിൽ നിർമ്മിച്ച തലപ്പാടി ചെങ്കള 6-വരിപ്പാത, 2,140 കോടി രൂപ ചെലവിൽ നിർമ്മിച്ച വെങ്ങളം രാമനാട്ടുകര 6-വരി ബൈപ്പാസ് പാത എന്നീ ദേശീയപാത പദ്ധതികളുടെയും പ്രധാനമന്ത്രി ഗ്രാം സഡക് യോജന പ്രകാരം നിർമ്മിച്ച 23 ഗ്രാമീണ റോഡുകളുടെയും ഉദ്ഘാടനം അദ്ദേഹം കൊച്ചിയിൽ നിർവഹിക്കും. അമൃത് ഭാരത് സ്റ്റേഷൻ പദ്ധതിക്ക് കീഴിൽ പുനർവികസിപ്പിച്ച ഷൊർണൂർ ജംഗ്ഷൻ, കുറ്റിപ്പുറം, ചങ്ങനാശ്ശേരി റെയിൽവേ സ്റ്റേഷനുകളും പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യും. ഷൊർണൂർ നിലമ്പൂർ റോഡ് റെയിൽപാത വൈദ്യുതവൽക്കരണ പദ്ധതി രാഷ്ട്രത്തിന് സമർപ്പിക്കുന്ന അദ്ദേഹം പാലക്കാട് പൊള്ളാച്ചി ട്രെയിൻ സർവീസിന്റെ ഫ്ളാഗ് ഓഫും നിർവഹിക്കും. കൊല്ലം ജില്ലയിലെ വെസ്റ്റ് കല്ലടയിൽ 50 മെഗാവാട്ട് ശേഷിയുള്ള ഫ്ളോട്ടിംഗ് സോളാർ പദ്ധതിക്കും പ്രധാനമന്ത്രി തറക്കല്ലിടും. ധീവരസഭയുടെ സുവർണ ജൂബിലി ആഘോഷങ്ങളും അദ്ദേഹം കൊച്ചിയിൽ ഉദ്ഘാടനം ചെയ്യും. കൊച്ചി കലൂർ സ്റ്റേഡിയത്തിൽ BJP സംഘടിപ്പിക്കുന്ന വികസിത കേരളം മോദിക്കൊപ്പം പരിപാടിയെയും പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്യും. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നും സംസ്ഥാന സർക്കാർ ജീവനക്കാരുടെ വാട്സ്ആപ്പ് അക്കൌണ്ടുകളിലേക്ക് DA സംബന്ധിച്ച സന്ദേശം അയച്ചതിൽ സ്വകാര്യതാ ലംഘനം ഉണ്ടായിട്ടില്ലെന്ന് ഹൈക്കോടതി. ഇത് സംബന്ധിച്ച ഹർജി കോടതി തള്ളി. ജസ്റ്റിസ് ബച്ചു കുര്യൻ തോമസ് അധ്യക്ഷനായ ബെഞ്ചാണ് ഹർജി പരിഗണിച്ചത്. സന്ദേശത്തിൽ നിയമവിരുദ്ധമായി ഒന്നുമില്ലെന്നും സദ്ഭരണത്തിന്റെ ഭാഗമായേ ഇതിനെ കാണാൻ സാധിക്കൂ എന്നും കോടതി വ്യക്തമാക്കി. പാചകവാതകത്തിന്റെ ആഭ്യന്തര ഉൽപാദനം വർദ്ധിപ്പിക്കുന്നതിന് എണ്ണ ശുദ്ധീകരണശാലകൾക്ക് നിർദ്ദേശം നൽകി കേന്ദ്ര സർക്കാർ വിജ്ഞാപനം പുറത്തിറക്കി. ഗാർഹിക LPG വിതരണത്തിന് സർക്കാർ മുൻഗണന നൽകിയിട്ടുണ്ടെന്നും പൂഴ്ത്തിവയ്പും കരിഞ്ചന്തയും ഒഴിവാക്കാൻ സിലിണ്ടർ ബുക്കിംഗുകൾക്കിടയിൽ 25 ദിവസത്തെ ഇടവേള ഏർപ്പെടുത്തിയെന്നും വിജ്ഞാപനത്തിൽ പറയുന്നു. LPG ഉൽപാദനം വർദ്ധിപ്പിക്കാനും അധിക ഉൽപാദനം ഗാർഹിക ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കാനും എണ്ണ ശുദ്ധീകരണശാലകൾക്ക് കേന്ദ്ര സർക്കാർ നിർദ്ദേശം നൽകി. നിലവിലെ ഭൌമ രാഷ്ട്രീയ തടസ്സങ്ങളും LPG വിതരണത്തിലെ പരിമിതികളും കണക്കിലെടുത്താണ് നടപടി. ഗാർഹികേതര LPG വിതരണത്തിൽ ആശുപത്രികൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടങ്ങിയ അവശ്യ മേഖലകൾക്ക് മുൻഗണന നൽകുന്നതായും മന്ത്രാലയം വ്യക്തമാക്കി. രാജ്യത്ത് ഏകീകൃത സിവിൽ കോഡിനുള്ള സമയം ആഗതമായിരിക്കുകയാണെന്ന് സുപ്രീംകോടതി. 1937 ശരീഅത്ത് നിയമത്തിലെ ചില വ്യവസ്ഥകൾ മുസ്ലിം സ്ത്രീകൾക്ക് നേരെയുള്ള വിവേചനമാണെന്നും അവ നീക്കണമെന്നും ചൂണ്ടിക്കാട്ടി സമർപ്പിച്ച ഹർജിയിലാണ് കോടതിയുടെ നിരീക്ഷണം. ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായ ബെഞ്ചാണ് ഹർജി പരിഗണിച്ചത്. ജുഡീഷ്യറിയിലെ അഴിമതിയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന അധ്യായം ഉൾപ്പെടുത്തിയ 8ാം ക്ലാസ് സാമൂഹിക പാഠപുസ്തകം പിൻവലിച്ച് NCERT. പുസ്തകം പൂർണ്ണമായും പിൻവലിക്കുന്നതായും സംഭവത്തിൽ മാപ്പ് അപേക്ഷിക്കുന്നതായും NCERT അറിയിച്ചു. പ്രസ്തുത പാഠപുസ്തകത്തിന് നിരോധനം ഏർപ്പെടുത്തി സുപ്രീംകോടതി 2 ആഴ്ച മുൻപ് ഉത്തരവ് പുറപ്പെടുവിച്ചിരുന്നു. ഇടുക്കി പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതിയുടെ ഭാഗമായ കുണ്ടള അണക്കെട്ടിലെ ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്ന് ഡാം തുറക്കാൻ ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി അനുമതി നൽകി. ഇന്ന് വൈകുന്നേരം 4 മണി മുതലാണ് അണക്കെട്ടിന്റെ 3 ഷട്ടറുകൾ ഘട്ടം ഘട്ടമായി ഉയർത്തുന്നത്. 30 സെന്റിമീറ്റർ വീതം ഷട്ടറുകൾ ഉയർത്തി സെക്കൻഡിൽ 6 ക്യുമെക്സ് വരെ ജലമാണ് പുറത്തേക്ക് ഒഴുക്കുക. കുണ്ടളയാറിലെ ജലനിരപ്പ് 70 സെന്റിമീറ്റർ വരെ ഉയരാൻ സാധ്യതയുള്ളതിനാൽ പുഴയുടെ ഇരുഭാഗങ്ങളിലും താമസിക്കുന്നവർ അതീവ ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചു. T20 പുരുഷ ലോകകപ്പ് ജേതാക്കളായ ഇന്ത്യൻ ടീമിന് 131 കോടി രൂപ പാരിതോഷികം പ്രഖ്യാപിച്ച് BCCI. 15 താരങ്ങൾക്കും പരിശീലകർക്കും മറ്റ് ജീവനക്കാർക്കുമായി തുക പങ്കുവച്ച് നൽകുമെന്ന് BCCI സെക്രട്ടറി അറിയിച്ചു. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 6:30.